ആയും പൂവൊക്കെ കിട്ടി പച്ചക്കാണ് തെറി വിളിക്കുന്നത്. എന്ത് ചെയ്തിട്ടാണ് അവരോടൊക്കെ? ഞാനൊരു വ്യക്തി, ഒരു വിഡോ, ഞാൻ ഒറ്റ സിംഗിൾ മോം. ആരെയൊക്കെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത്? എൻ്റെ ലൈഫ് ഇത് എൻ്റെ റൂമില് ഞാൻ കിടക്കുന്ന ബെഡിന്റെ അടിയിലാണ് ഞാനത് സൂക്ഷിച്ചേക്കുന്നത്. അതൊരിക്കലും ഞാൻ തള്ളിക്കളഞ്ഞതല്ല. അത് സാമാന്യ വിവരമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ പറഞ്ഞ ആളുടെ അപ്പനും അമ്മയും പ്രായമായ അവരെ കൊണ്ട് കുപ്പത്തൊട്ടിയിൽ എറിയോ? മോളെറിയോ? ഇല്ല. എന്റെ അപ്പനും അമ്മയും എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും എനിക്കിത് പ്രൂവ് ചെയ്യണം. ഒരു ഇന്റർവ്യൂവിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ആരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇൻസ്റ്റാഗ്രാമം തന്നെയാണല്ലോ പേര്, രേണുഗ്രാമം നല്ല പേര്. അപ്പൊ പിന്നെ ഞാനല്ലല്ലോ ഇതൊക്കെ പിടിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയാ, നിങ്ങളൊന്ന് കുശുമെടുത്തിട്ട് കാര്യമില്ലെന്ന്. അതിനൊക്കെ ഞാൻ എന്താ പറയാ, അസൂയക്കും കുശുമിനും മരുന്നില്ല. അപ്പൊ രേണു ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ഒന്നല്ല, കാണാൻ തയ്യാറാണോ? പിന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നെ കാണാൻ തയ്യാറാണ്. അത് ഞങ്ങള് വിളിക്കാം ഗിഫ്റ്റിന്. അയ്യോ, ഈ നെഗറ്റീവും ചേർന്ന പോസിറ്റീവ് ആവില്ലേ? അതുപോലെ ജീവിതത്തിലെ പല പരാജയങ്ങളും കളിയാക്കലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആക്കിയെടുത്ത്, ഒരു പാഠമാക്കിയെടുത്ത് ജീവിതത്തിൽ മുന്നേറുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത മലയാളിക്ക് ഏറെ പരിചിതമായ ഒരു മുഖം, രേണു സുധി. വെൽക്കം ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഒരുപാട് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതൊരു തിരക്കിന്റെ അതെ, കൈ നിറയെ സിനിമകളായിട്ട് തിരക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ ഒരുപാടല്ല, എന്നാലും എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഈ ഒരു 5 സിനിമ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? പുതിയ സിനിമാ വിശേഷം ഞാനിപ്പം ചെയ്തത് കരയൻ എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് ആദ്യം വന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനുശേഷം ഞാൻ നിശ്ചയം എന്ന് പറയുന്ന മൂവി, രഞ്ജിത്ത് സിയ സാറിന് നിശ്ചയം മൂവി ചെയ്തു. അത് ഇറങ്ങാൻ കിടക്കുന്നു. പിന്നെ ദയാവധം, മഹേന്ദ്ര കേച്ചേരി സാറിൻ്റെ ദയാവധം ചെയ്തു. അതുപോലെ ചേഞ്ച് എന്ന് പറയുന്ന മൂവി നമ്മുടെ നിതീഷ് കെ നായർ സാറിൻ്റെ തന്നെയാണ്. ചേഞ്ച് എന്ന് പറയുന്ന മൂവി ചെയ്തു. അത് ഇറങ്ങാൻ ഇന്ന് ഓഡിയോ ലോഞ്ച് ആയിരുന്നു. അതുപോലെ അവരുടെ തന്നെ ടീമിൻ്റെ തന്നെയാണ് ഫാമിലി സർക്കസ് എന്ന് പറഞ്ഞു. അതിലും നല്ലൊരു ക്യാരക്ടർ വേഷമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂജ നടന്നത്, അതിൻ്റെ പേര് പ്ലാൻ എന്നാണ് മൂവിൻ്റെ പേര്. മുന്നോട്ട് ദൈവം സഹായിച്ച് വരട്ടെ, മൂവി വരുമ്പോൾ നമ്മൾ ചെയ്യും. സന്തോഷം. നമ്മൾ ആദ്യം മലയാളികൾ ചേച്ചീനെ കാണുന്നത് എന്നാൽ സ്റ്റാർ മാജിക്കൽ എപ്പിസോഡിൽ സുധിച്ചേട്ടൻ എൻ്റെ വാവട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് ചേച്ചീനെ കാണുന്നത്. അവിടെ തൊട്ട് ഇവിടം വരെയുള്ള ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മലയാളികൾക്ക് അറിയാം. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചേച്ചി നമ്മുടെ കുടുംബത്തിൽ ഒരാളെന്നെ പോലെ തന്നെ എല്ലാവരും കണ്ട് സ്നേഹിക്കുന്നുണ്ട്. കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാം. പക്ഷെ അതിന് മുന്നത്തെ രേണു സുധി അല്ലെങ്കിൽ രേണു എങ്ങനെയായിരുന്നു? സാധാരണ സാധാരണ നിലയിലുള്ള ഒരു കുട്ടിയായിരുന്നു. അതുപോലെ എന്താ പറയുക, വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ വലിയ ഉന്നത കുലജാതരോ ഒന്നും അല്ലായിരുന്നു. സാധാരണ ആൾക്കാരായിരുന്നു. നമ്മൾ സാധാരണ പപ്പ ആണെങ്കിലും കമ്പിപ്പണി, കൂലിപ്പണി തന്നെ ഡെയിലി ഉള്ള വർക്കായിരുന്നു. ഈ വാർക്കയൊക്കെ അതിൻ്റെ പണിയുന്ന ആളായിരുന്നു പപ്പ. കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത്. ഞങ്ങൾ 2 പെൺപിള്ളേരായിരുന്നു. അപ്പം +2 കഴിഞ്ഞതിന് ശേഷം ചേച്ചി നഴ്സിങ്ങിന് പോയി. ഞാൻ നഴ്സിങ്ങിന് ആ പാത പിന്തുടർന്ന് പോയിട്ട് എനിക്ക് നടക്കുന്നില്ല. അവിടെ ചെന്ന് ബ്ലഡൊക്കെ കണ്ടപ്പോൾ സ്തോത്രം, എനിക്ക് വലിയ ധൈര്യമൊന്നും വന്നില്ലായിരുന്നു. ഇപ്പം എങ്ങനെ ഒരു ധൈര്യമാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഞാൻ അന്ന് പഠിക്കാൻ പോയിരുന്നെങ്കിൽ നേഴ്സാണ് ഞാൻ വല്ലോ അമേരിക്കയിലോ സൗദിയിലോ ഒക്കെ പോയി കാശ് വാരിയാനെന്ന് ആലോചിക്കാൻ. പക്ഷെ അത് അന്ന് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ നാട്ടിൽ പോന്നു. അതിനുശേഷം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ്ങിന് ജസ്റ്റ് ചേർന്നു. അതും പറ്റിയില്ല. പിന്നെ ഞാൻ ഐഡിയയുടെ ഓഫീസിലും അതുപോലെ എയർടെലിൻ്റെ ഓഫീസിലും എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തു കുറച്ച് നാൾ. അതും ഇങ്ങനെ തട്ടിമാറ്റി പോയപ്പോൾ ഒരു ലൈഫ് ഇങ്ങനെ വന്നു. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയാമല്ലോ. അത് അറിയേണ്ടവരറിഞ്ഞ് തന്നെ സൂചേട്ടൻ രണ്ടാമത് ആ ലൈഫ് ഡ്രോപ്പ് ആയതിനു ശേഷം അറിയേണ്ടവരറിഞ്ഞ് തന്നെ സൂചേട്ടൻ തന്നെ വന്ന് ലൈഫിൽ. ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂചേട്ടൻ ലൈഫിൽ വന്നത്. സൂചേട്ടൻ തന്നെയല്ല, സൂചേട്ടൻ മോനും, അതായത് ഞങ്ങളുടെ കിച്ചു ഞങ്ങളുടെ മോനും ഒരുമിച്ച് ലൈഫിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര ആരംഭിച്ചു. ഇന്ന് ഈ നിമിഷം ഏട്ടൻ എൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന ഏട്ടൻ എൻ്റെ കൈ വിട്ട് ഏട്ടൻ ദൂരേക്ക് പോയി. അതിനുശേഷം നല്ല രീതിയിൽ അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരുപാട് അപവാദങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും എല്ലാമായിട്ട് അതിലുപരി എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് വലിയ ആൾക്കാരുടെ, അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ വലിയ മനസ്സുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെ സപ്പോർട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. നഴ്സിംഗും എഞ്ചിനീയറിംഗും എല്ലാം പഠിച്ച് അവസാനം എത്തിപ്പെട്ടത് ഇവിടെ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു അപ്പോഴത്തെ ഒരു അവസ്ഥ? ഫസ്റ്റ് സിനിമ അന്ന് ഒരു അപ്രോച്ച് ഉണ്ടായപ്പോൾ ഞാൻ ചെയ്യണോ വേണ്ടോ, എനിക്ക് ശരിയാവോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കുഞ്ഞിലെ ഈ ഡാൻസ് കളിക്കുമായിരുന്നു, ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റും കൂടാണ്. അതായത്
കൊച്ചിൻ സംഗമിത്രയെ പോലെ വലിയൊരു നാടക സമിതിയുടെ ഭാഗമാകാൻ സാധിച്ചു. അവരുടെ 50ാമത്തെ നാടകം ഇരട്ട നഗരത്തിലെ ഒരു ആക്ടറായിട്ട് ഞാൻ ചെയ്തിരുന്നു. ആ ഒരു സീസൺ കഴിഞ്ഞു. ഞാൻ ആ നാടകത്തിൽ നിന്ന് എഗ്രിമെൻ്റ് കഴിഞ്ഞു. ഇപ്പം നിൽക്കുന്നു. ഒരു 19ഓളം സ്റ്റേജ് കഴിഞ്ഞിരുന്നു. അതാണ് എൻ്റെ നാടക ജീവിതം. അതുപോലെ ഒരു ഷോർട്ട് മൂവി, മോഹോ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി, ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസിൻ്റെ ഭാഗം മോഹോ എന്ന് പറയുന്ന ഷോർട്ട് മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് ഒരു ക്യാരക്ടർ വേഷം, അതായത് ആ ടൈറ്റിൽ വേഷം ചെയ്യുന്നത്. ആ മോഹോ എന്ന് പറയുന്ന നായിക എന്ന് പറയുന്ന ഒരു വേഷം ചെയ്യുന്നതും. അതുപോലെ ആൽബങ്ങൾ ഒരുപാട് ആൽബങ്ങൾ ഇനി ഇറങ്ങാൻ ഒരുപാട് ആൽബങ്ങൾ കിടക്കുന്നു. ഷോർട്ട് ഫിലിം കിടക്കുന്നു, ആൽബം കിടക്കുന്നു, വെബ് സീരീസ് ഒക്കെ ഇനിയും ഇറങ്ങാൻ കിടക്കുകയാണ്. ഈ സുധിച്ചേട്ടൻ്റെയും കിച്ചുവിൻ്റെയും കൂടെയൊക്കെ ഒരുപാട് റീൽസും ടിക്ടോക്ക് ഒക്കെ ചെയ്യണ വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പണ്ട് ചെയ്തത് അത് ഇപ്പോഴും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നുണ്ട്. സന്തോഷം. ആദ്യമുള്ള രേണുസുധിക്കും ഇപ്പൊ റീലും സിനിമയൊക്കെ ചെയ്യുന്ന രേണുസുധിക്കും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? മാറ്റമുണ്ടോ നിങ്ങളല്ലേ തീരുമാനിക്കണം. ഞാൻ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അപ്പിയറൻസ് മാറിയോന്ന് അറിയില്ല. കുറേ പേര് പറയുന്നുണ്ട് പണ്ടത്തെ രേണു ചേച്ചി അല്ല ഇപ്പം രേണു ചേച്ചി മാറി. അറിയില്ലല്ലോ നമുക്ക്. അപ്പിയറൻസ് മാറിക്കാണും. എന്തായാലും ഞാൻ ആ രേണുസുധി തന്നെയാണ് ഈ രേണുസുധി. ഈ ഒരു രേണുസുധി ഇനി മാറത്തും ഇല്ല, ഇങ്ങനെ തന്നെ പോവും. ഞാൻ ആരാണോ അതാണ് ഞാൻ. ഓക്കെ, ഇപ്പം സിനിമയിലോ അല്ലെങ്കിൽ ആൽബത്തിലോ ഒക്കെ ക്യാരക്ടർ മാറുന്നതല്ലാതെ ഇപ്പം ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ഞാൻ. കിച്ചുവിൻ്റെ കൂടെ മുന്നേ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഒരെണ്ണം കൂടി കിച്ചുവിൻ്റെ കൂടെ. അവൻ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. അവനെ ഞാൻ പണ്ട് റീലൊക്കെ ചെയ്തോണ്ട് വരും ഓടിക്കല്ലോ, അമ്മ എന്നെ കാണിക്കില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു രേണു ചേച്ചിക്ക് വേറൊരു പേരുണ്ട്, ചേച്ചി കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ പേരിനെ പറ്റി ഞാൻ പറയാമല്ലോ. രേഷ്മ പി തങ്കച്ചൻ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. കാരണം രേണു എന്നായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ പേരിൽ കർമ്മത്തിന് എനിക്കിട്ട പേര് രേണു, അതെൻ്റെ പേരാണ്. പക്ഷെ 1ാം ക്ലാസ്സിലൊക്കെ ചേർക്കുമ്പോഴും മുന്നോട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ ഒഫീഷ്യലായിട്ട് പേര് വരുന്നത്. എൻ്റെ ആധാറിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേര് രേഷ്മ എന്നാണ്. പിന്നെ എനിക്കും എൻ്റെ സുധിച്ചേട്ടനും ഇഷ്ടം രേണു എന്നുള്ള പേരായതുകൊണ്ടും എനിക്കതാണ് ഇഷ്ടം. രേണു അതാണ് എൻ്റെ ഫേവറേറ്റ് പേരായതുകൊണ്ട് ഞാൻ രേഷ്മ എന്നധികം പറയാറില്ല. എനിക്ക് താല്പര്യമില്ല. സ്കൂളിൽ വിളിക്കുന്ന ചിലവർ രേഷു എന്ന് വിളിക്കും. എൻ്റെ കൂട്ടുകാർക്ക് മാത്രം, എനിക്ക് തോന്നുന്നു കൂടെ പഠിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ രേഷ്മ എന്നുള്ള പേരുള്ളത്. രേണു എന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. നാട്ടിലും വീട്ടിലും എല്ലാം ജനിച്ചു വളർന്ന സ്ഥലത്തും എല്ലാം രേണു എന്നാണ് അറിയപ്പെടുന്നത്. രേണുസേ എന്ന് വിളിക്കാറുണ്ട് സ്നേഹത്തോടെ. സുധിച്ചേട്ടൻ വാവട്ടെന്ന് വിളിക്കും, വാവക്കുട്ടേ എന്ന് വിളിക്കും. ദേശം കറിയ വാവട്ടാ ഇങ്ങനെ വിളിക്കും. അങ്ങനെ ഈ രേണുസുധി എന്നുള്ള പേരിനെ പറ്റി രണാസുന എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിക്കുകയാണ് അല്ലേ ചേച്ചി? രണാസുന ആഘോഷിക്കട്ടെ, സന്തോഷമല്ലേ. നമ്മള് അതായത് നമ്മളെ ഒരാൾ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരാണോ അങ്ങനെ നമ്മൾ അഹങ്കാരം പറഞ്ഞല്ലോ. അത് നമ്മളെ ഒരാൾ അനുകരിക്കുന്നത് അതൊരു സന്തോഷമുള്ള നിമിഷമാണ്. അനുകരിക്കട്ടെ. രണാസുന ആകട്ടെ രേണുസുന ആകട്ടെ, എന്തുമായാലും ഹാപ്പി. ഇപ്പൊ ഹാപ്പി എന്ന് പറയണു. പക്ഷെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട് ഈ രണാസുനെ എന്റെ അതൊക്കെ ഒരു മൂഡിലൊക്കെ പറയുന്നതാന്നേ. അങ്ങനെ എന്നാലും ഇപ്പൊ കുറച്ച് കൂടുതലല്ലേ അവരുടെ അടിയിൽ തന്നെ കമന്റ് വരുന്നത്, കുറച്ച് കൂടിപ്പോയി, ഇത്രയും വേണോ എന്നൊക്കെ ഇപ്പൊ കമന്റ് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്തവരും. ഓക്കെ അത് ഇപ്പൊ നമ്മളെ കൊണ്ട് അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. അവര് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന 2 ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ രണാസുനയായിട്ട് അഭിനയിക്കുന്ന ആള് നല്ല കഷ്ടപ്പാടിൽ വളർന്നപ്പം നമ്മളെ കൊണ്ട് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിലിരുന്നിട്ട് പൈസ ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പം അവരെന്നെ കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ വ്യൂ കിട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ വരുമാനം, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല, കിട്ടുന്നുണ്ടോ ഒന്നും അറിയില്ല, അവർക്ക് ആകുന്നെങ്കിൽ ആയിക്കോട്ടെ, സന്തോഷം. ഇപ്പൊ വിവാദങ്ങളുടെ നായക എന്ന ഒരു ലാബിൽ കൂടി രേണു ചേച്ചിക്ക് ഉണ്ട്, കേട്ടായിരുന്നു? ഉണ്ട്, കാണും. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഒന്നും ഇറങ്ങിയില്ല ഇന്ന് സമാധാനത്തിൽ ഒന്ന് ഇരിക്കുന്നു. ഞാനേ അത് പറയുമ്പോഴാണേ ഞാൻ ഇങ്ങനെ പമ്മി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ. അപ്പൊ ആ ഒരു സംഭവം റീൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ നിലത്ത് നിന്നിട്ടില്ല, ആളുകൾ ഇറക്കേറ്റു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ദാസേട്ടനും അതിനുശേഷം വന്നത് കുറെ കേട്ടു തുടങ്ങിയത് എന്നെ വെച്ചിട്ട്. എന്തായാലും എയറിൽ കയറിയതിന് ശേഷം ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേന് വീണ്ടും അടുത്തത് എന്നാൽ ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇറങ്ങാന്ന് വെച്ച് അപ്പൊ ഈ ഇടയിൽ ഇങ്ങനെ ഇറങ്ങാന്ന് വെച്ചാൽ ഇപ്പൊ സമാധാനം കുറച്ച് കഴിയുമ്പോൾ അടുത്തത് പോയി. എയറിൽ തന്നെയാണ് ഞാൻ അവിടെ മിക്കവാറും ഒരു കുറച്ച് ദിവസത്തിനകം ഞാൻ അവിടെ ഒരു സ്ഥലം മേടിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എയറിലെ സ്ഥലം ആവശ്യം വരും. അതെ എയറിൽ കയറുന്നു ഇറങ്ങുന്നു, അവിടെ തന്നെ അങ്ങ് കുറ്റിയടിച്ച് താമസിക്കാമല്ലോ. അതന്നെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വിവാദം നമ്മുടെ സുധിച്ചേട്ടന്റെ ട്രോഫീനെ പറ്റിയിട്ടാണ്. അത് ആ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു, ചാക്കിൽ കൊണ്ടുപോയി വെച്ചു, അതിന് റെസ്പെക്ട് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ചേച്ചി അതിന് റിപ്ലൈ തന്നു, അത് ഞാൻ സേഫ് ആയിട്ട് മോൻ എടുക്കാതിരിക്കാൻ വെച്ചതാണ്. അപ്പൊ ചേച്ചി എന്റെ ചോദ്യം ഇതാണ്, ചേട്ടന്റെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ലക്ഷ്മി നക്ഷത്രം തന്ന ഒരു പെർഫ്യൂം, അത് കുട്ടി എടുക്കാതിരിക്കാൻ വേണ്ടി ചേച്ചി അത് സേഫ് ആയിട്ട് അലമാരയിൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ട്രോഫി അലമാരയിൽ വെച്ചില്ല? അലമാരയിൽ ഇടയില്ല. അലമാര ഒരു ഞങ്ങളുടെ വീട്ടിൽ കാണുന്നവർക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ റൂമിൽ ഒരു ചെറിയ അലമാരി, അത് ഗിഫ്റ്റ് കിട്ടിയ അലമാരിയാണ്. അതല്ലാതെ ഷെൽഫോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കുറ്റം പറയുന്നതല്ല,
ഷെൽഫൊന്നും ഇല്ലാത്ത വീടാണ്. അപ്പം ഈ കുഞ്ഞ് അലമാരിക്കകത്ത് ഡ്രസ്സ്, എൻ്റെ സൂചിയുടെ ഡ്രസ്സ് ഇപ്പോഴും ഉണ്ട്, ഷൂസ് ഉണ്ട്, കുഞ്ഞിൻ്റെ ഡ്രസ്സുണ്ട്, കിച്ചു കൊല്ലത്തുണ്ട്, അവൻ്റെ ഡ്രസ്സല്ല അവിടെ, അവൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. ഇതെല്ലാം നിറച്ച് വെച്ചേക്കും. ആ കുഞ്ഞ് അലമാരിയേ ഉള്ളൂ. അപ്പം അതിനകത്ത് ട്രോഫിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ താഴെ പോകും, തുറന്ന് എടുക്കുമ്പോൾ തന്നെ തലയിലോട്ട് വീഴും. അത് പിന്നെ ഒടിഞ്ഞു പോകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൻ്റെ അടിയിലാണ് ഞാനത് സൂക്ഷിച്ചേക്കുന്നത്. അത് ഞാൻ അടുത്ത് കാണേണ്ടവർക്ക് വരാം ഞാൻ എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. അത് ഇങ്ങനെ എടുത്തുകൊണ്ടാവോ എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് തന്നെ ക്രിസ്തുദേവൻ്റെ ഗിഫ്റ്റും ക്രിസ്തുദേവൻ്റെ പടമുള്ള ഗിഫ്റ്റുകളൊക്കെ എനിക്ക് ഇടയില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ചാണ്. അത് തള്ളിക്കളഞ്ഞതോ അല്ലെ അത് വെളിയിൽ നിന്ന് കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്തോണ്ട് വരട്ടെ, അങ്ങനെയാണെങ്കിൽ പറയാം അത് ഞാൻ തള്ളിക്കളഞ്ഞെന്ന്. ഇത് എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലാണ് ഞാനത് സൂക്ഷിച്ചേക്കുന്നത്. അതൊരിക്കലും ഞാൻ തള്ളിക്കളഞ്ഞതല്ല. അത് സാമാന്യം വിവരമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു നല്ലൊരു കൂട്ടരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് മനസ്സിലാവും ചേച്ചിയുടെ വീട്ടിൽ ഇതില്ലാന്ന്. ഞങ്ങൾ സുധിച്ചേട്ടൻ്റെയൊക്കെ അവാർഡ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്ത് തരാം, ചേച്ചി എന്നാണ് ഫ്രീ ഉള്ളത് ചേച്ചി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് സന്തോഷമുള്ളതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനുണ്ട്. പിന്നെ അടുത്ത വന്നൊരു വിവാദം, എൻ്റെ അവാർഡെല്ലാം കൂടെ ടീപ്പോയിൽ വെച്ചു. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ടീപ്പോയ് ഉണ്ട്. ഞാൻ ഈ ഷൂട്ടിനെല്ലാം പോയിട്ട് വരുമ്പോഴാണ് അല്ല അവാർഡ് കിട്ടുന്നത്. ഞാൻ ആ ബാഗിനകത്തൊന്ന് തിന്നാലല്ല വരുന്നത്, ബാഗിനകത്ത് പറഞ്ഞാൽ അവിടെ വെക്കുന്നു. അല്ലാതെ അത് മാത്രം വെച്ചിട്ട് സൂചിയുടെ അടുത്ത് കട്ടിൻ്റെ അടി തള്ളിയതല്ല. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക, അല്ലാതെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ അടിയിൽ നല്ല തെറി വരാം, എനിക്കറിയാം. ആയും പൂവൊക്കെ കിട്ടി പച്ചക്കാണ് തെറി വിളിക്കുന്നത്. എന്ത് ചെയ്തിട്ടാണ് അവരോടൊക്കെ? ഞാനൊരു വ്യക്തി, ഒരു വിഡോ, ഞാൻ ഒറ്റ സിംഗിൾ മോം. അപ്പോൾ എന്തായാലും എന്നെപ്പോലുള്ള ഒരു സ്ത്രീ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു. ഞാൻ ആരുടെയും വീട്ടിൽ ചെന്ന് അവരെ ആരെയും ദ്രോഹിക്കുന്നില്ല, അവരുടെ ആരുടെയും ഭർത്താക്കന്മാരെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അവരുടെ ആരുടെയും കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട ഒരു നേരത്തെ ആഹാരം ഞാൻ പിടിച്ചു പറിച്ച് മേടിക്കുന്നില്ല. ഞാൻ സിംഗിൾ മോമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ പോലും ചെയ്യാത്തൊരു വ്യക്തി എൻ്റെ ഒരു വഴിയിൽ ഞാൻ നടക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത്? എൻ്റെ ലൈഫ് ആരെയൊക്കെ ബോധിപ്പിക്കണം? നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ അച്ഛൻ അമ്മ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഫാമിലി മെമ്പർ, ഇത് ഞാൻ ആരെയൊക്കെ എന്തൊക്കെ ബോധിപ്പിക്കണം? ചിന്തിച്ച് നോക്കിയാൽ ഞാനെന്നൊരു വ്യക്തി എന്തൊക്കെ ബോധിപ്പിക്കണം? ആരെയൊക്കെ എവിടെ തൊട്ടാലും അത് പ്രശ്നം. അവരെ ബോധിപ്പിക്കണം, ഇവരെ ബോധിപ്പിക്കണം. അതൊക്കെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ചേച്ചി ഞാനപ്പോൾ ചോദിക്കട്ടെ, ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നു മോൻ എടുക്കാതിരിക്കാനായി കട്ടിലിന്റെ അടിയിൽ വെച്ചിരുന്നു. പക്ഷെ ആ മോൻ തന്നെയല്ലേ കിച്ചുവിന്റെ വ്ളോഗിൽ വന്നിട്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോടാ. ഞാൻ അവിടെ ഇല്ലാത്തപ്പം കഥക് തുറന്ന് കയറുമല്ലോ. അപ്പം ഒരു കുഞ്ഞു പൂച്ചയും കൂടെ ഉണ്ട്. പൂച്ച അതിലേക്ക് ഓടി നടന്നപ്പോഴായിരിക്കും മോൻ കണ്ടത്. അതിനകത്ത് എനിക്കറിയില്ല, ഞാനവിടെ സൂക്ഷിച്ച് വെച്ചാണ്. ഈ കുഞ്ഞൊരു പൂച്ചനെ ഈ ഇടയിലാണ് കൊണ്ടുവന്നത്. അപ്പം ആ പൂച്ചക്കുഞ്ഞ് അതിലെല്ലാം ഓടുമ്പോൾ മോനും പുറകെ. ഞാൻ കഥക് പൂട്ടിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ ബെഡ്റൂം. ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ വീടിനെ പറ്റി തന്നെയാണ്. ഈ വീട് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നു. ചേച്ചി തന്നെ പറഞ്ഞു വീട് ചോർന്നൊലിക്കുന്നുണ്ട്. എന്താ ചേച്ചി വീടിന് പറ്റിയത്? മഴ പെയ്തപ്പം വെള്ളം വീണു, അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അതിനെതിരെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. അത് ഉള്ള സത്യമാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ പുറകിൽ എന്താണ് സത്യമുള്ളതെന്ന്. അല്ലാത്തവർ വന്ന് കാണാൻ പറ്റുന്നവർ കാണുക, നുണയാ പറഞ്ഞെങ്കിൽ കാണുക. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ കാര്യമൊക്കെ എടുത്തിടുകയും കുടുംബ പ്രശ്നമൊക്കെ എടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനെപ്പറ്റി പറഞ്ഞാൽ മതിയായിരുന്നു. അത് പോട്ടെ, വിവാദം നടക്കുമല്ലേ. എനിക്കിപ്പോൾ അതിനെപ്പറ്റി, കാരണം എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ഞാൻ ആ വീട്ടിൽ അധികം ദിവസം നിന്നിട്ടില്ല. ഞാൻ നാടകവും ഈ ഒരു തിരക്കൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ, പപ്പാക്കൊക്കെ അറിയത്തുള്ളൂ അതിനെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ഫിറോസ് എന്ന് പറയുന്ന ഒരാളും ബിഷപ്പ് വരെ അതിനെതിരെ ചേച്ചിക്ക് ബിഷപ്പ് വേറെയും പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ കണ്ട ഇന്റർവ്യൂവിൽ ബിഷപ്പ് നല്ല കാര്യങ്ങളാണ് സംസാരിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ കാണാറില്ല ഇന്റർവ്യൂ. ഞാൻ ആ ഷോർട്സ് ആണ് കണ്ടുള്ളൂ. മോളെ, ഞാനൊരു ഇൻ്റർവ്യൂ ആകട്ടെ, എനിക്കെതിരെ ഒരു വ്ളോഗ് ആകട്ടെ, നീ എന്നെ സപ്പോർട്ട് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കാണാറില്ല. കണ്ടാൽ നമ്മൾ പ്രശ്നം എടുത്താൽ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചാൽ പോരെ, ഞാനൊന്നും കാണാറില്ല. ഇന്നലെയും കൂടെ ഈ ഒരു ഷോർട്സ് വന്നപ്പോഴാണ് ഞാൻ ബിഷപ്പ് നല്ല കാര്യമാണ് പറഞ്ഞത്, രേണുസുതി പറഞ്ഞത് കള്ളവല്ലെന്ന് ഞാൻ കണ്ടായിരുന്നു. ആ ഒരു വാക്ക് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ബിഷപ്പ് തന്നെയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമന്റ് എന്നറിയാം, ചേച്ചി അങ്ങനെ വീട് ചോർന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് അവളത് ചെയ്തില്ല? അവൾക്ക് വരുന്നുണ്ട് എനിക്കിപ്പോൾ ഡീറ്റെയിൽ അഹങ്കാരം വന്ന് പറഞ്ഞവര് പിന്നെ വലിയ പുണ്യാത്മാക്കളാണല്ലോ, അവർ പറഞ്ഞോട്ടേടാ. പുണ്യാത്മാക്കൾ പറഞ്ഞോളൂ, പുണ്യാളന്മാരും പുണ്യാളത്തികളും ആണല്ലോ എന്നെ ഈ കിടന്ന് ഈ പറയുന്നത്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, നമുക്ക് വിഷയമില്ല. നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ പോവാം. ഈ കമന്റ് ഒന്നും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും എന്നെ ഏക്കാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയോ? എന്നെ വന്ന് ഒരുത്തന്നെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ വേദനിക്കും. ഇതൊന്നും എൻ്റെ ദേഹത്തേക്കുന്നില്ല. എൻ്റെ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ കല്ലായിട്ടുള്ള സാധനമാണ്. മുറിഞ്ഞത് ഒരുമാതിരി കല്ലാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം. പക്ഷെ എന്നെ വന്ന് അടിച്ചാലോ എന്നെ മാന്തിയാലോ എനിക്ക് വിഷമിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത്. അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരും ചോദിക്കണം വിചാരിക്കണ ഒരു ചോദ്യമാണ്. അതെന്താണ്? സുധിച്ചേട്ടൻ്റെ എത്രാമത്തെ ഭാര്യയാണ് രേണു സുധി? കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ എനിക്ക് ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ,
ഇപ്പൊ തുടങ്ങിയപ്പോ തന്നെ കുട്ടി പറഞ്ഞത് സ്റ്റാർ മാജിക് വേദിയിൽ എന്നെ ഇൻട്രോ ചെയ്ത സുധിച്ചേട്ടനെ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. ആ വീഡിയോ എല്ലാവരും എടുത്തൊന്ന് നോക്കുക, ഇപ്പൊ തന്നെ നോക്കുക. ഇപ്പൊ തന്നെ ഈ നിമിഷം ഞാൻ ഈ രേണു സുധി സംസാരിക്കുന്ന ഇടയിൽ തന്നെ ആ ഒരു സ്റ്റാർ മാജിക് വേദിയിൽ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഇൻട്രോ ചെയ്തപ്പോൾ അദ്ദേഹം എന്താണ് പറയുക? ഇപ്പൊ വേണമെങ്കിൽ സംശയം ഉണ്ട്, നോക്കിക്കോളൂ, ഞാനത് പറയുന്നില്ല. സ്റ്റാർ മാജിക് ഒന്ന് എടുക്കൂ. സ്റ്റാർ മാജിക്കിൽ കൊല്ലം സുധി ഇൻട്രോ ചെയ്യുന്ന രേണു സുധിയെയും മക്കളെ ഇൻട്രോ ചെയ്യുന്നുണ്ട്. അത് കാണണം, ഇപ്പൊ തന്നെ ആ വേദിയിൽ കാണണം. എനിക്ക് അതിൽ കൂടുതലൊന്നും സംസാരിക്കില്ല. കാരണം അദ്ദേഹം അല്ല, ക്യാമറ വെച്ച് ചെയ്തതല്ല, ആള് തന്നെ ഒറിജിനൽ ആള്, ജീവനോടുള്ള ആളാണത് സംസാരിക്കുന്നത്. എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി, കേട്ടാൽ മതി. ഇതാണ് എന്റെ വാവക്കുട്ടി. രേണു 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 മൈ വൈഫ്. ഇത് ആണ് എല്ലാരും കാണാൻ. രാഹുലിന്റെ കാര്യമാണ് ചേട്ടൻ മുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ? ആദ്യത്തെ എന്റെ ലൈഫ് കേട്ടോ, ഇവനെ എനിക്ക് തന്നിട്ട് പോയി. ചേട്ടൻ ആ വാക്ക് കേട്ടോണേ. ചേട്ടന്റെ ആദ്യ ഭാര്യ എനിക്ക് രണ്ടാമത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണ്. എത്രാമത്തെയാണ്? വാവക്കുട്ടി. എത്രാമത്തെ? പറഞ്ഞോളൂ. എന്നെക്കാളും കൂടുതൽ നിങ്ങൾ പറഞ്ഞോളൂ. എത്രാമത്തെയാണ്? ഞാൻ എന്താണ് രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ പറയണോ? ഇനി ഞാൻ പറയണോടാ? എനിക്കിത് പ്രൂവ് സഹിതം തെളിയിക്കണമായിരുന്നു. ഇപ്പൊ മോള് ചോദിച്ചില്ല ഞാൻ എത്രാമത്തെ ഭാര്യയെന്ന്. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം അത് അല്ല, ക്യാമറയും കൂടി ചെയ്തതല്ല. അദ്ദേഹം മരിച്ചിട്ട് 2 വർഷമായി. 2 വർഷം മുന്നേ ഉള്ള അദ്ദേഹം ജീവനോടെ പച്ച മനുഷ്യനായിട്ട് വന്ന് അത്രയും വേദിയിൽ ലോകം മുഴുവൻ കാണുന്ന സ്റ്റാർ മാജിക് എന്ന വലിയൊരു പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതിൽ കൂടുതൽ ആ വാക്കിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. തീർച്ചയായിട്ടും എനിക്കിത് പ്രൂവ് ചെയ്യണം. ഒരു ഇന്റർവ്യൂവിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ആരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു. സുധിച്ചേട്ടന്റെ ഒരു വ്യക്തിത്വത്തെ വരെ ചോദ്യം ചെയ്യണ രീതിയിലുള്ള ചോദ്യമായിരുന്നു. സുധിച്ചേട്ടന്റെ എത്രാമത്തെ ഭാര്യയാണ് രേണു സുധി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ ഒരാൾ കയറി വന്നിട്ടായിരുന്നു. നോക്കുമ്പോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ചേച്ചി കാണിക്കാൻ എനിക്കും വ്യക്തമല്ല. ഞാൻ പറഞ്ഞു, ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. എനിക്കും വ്യക്തമല്ല അതിനകത്ത് എന്താണെന്ന്. ചിലപ്പോൾ സുധിച്ചേട്ടന് പാസ്റ്റ് കാണും, എനിക്ക് പാസ്റ്റ് കാണും. ഞങ്ങളത് പേഴ്സണൽ കാര്യമാണ്. സുധിച്ചേട്ടൻ ആ പറഞ്ഞതിൽ, അതായത് സുധിച്ചേട്ടൻ പറഞ്ഞ വാക്ക്, അതിൽ കിടന്ന് എനിക്കൊന്നും പറയാനില്ല. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്? കുറ്റം പറയുന്നവർക്കുള്ള ഒരു ഉത്തരാണ് ഇപ്പോൾ രേണു ചേച്ചി നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയണ ഒരു കാര്യം എന്ന് പറയുന്നത് രേണു ചേച്ചിയുടെയും സുധിച്ചേട്ടന്റെ ഒരു ചാറ്റ് കണ്ടിട്ട്, അതുപോലെ അത് ഏത് വർഷമാണ് അവർ പറയുന്നത് അതും കൂടെ ഇവിടെ പറയണം. ഞാനൊന്നും കണ്ടില്ല, കേട്ടില്ല. ഒരു 2013 കാര്യമാണ്. 2013, 14, 15 ഞാൻ ഡിപ്ലോമ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യണം. എയർടെല്ലിലും അതുപോലെ ഐഡിയയിലും വർക്ക് ചെയ്യണം. അതിനുശേഷം 2016 ലാസ്റ്റ് ആ ഭാഗം, 2016 ലാസ്റ്റ് ജൂൺ ആദ്യത്തെ ഒരു ലൈഫ് വന്നു. അത് 1 മാസം പോലും നിന്നില്ല. അത് അങ്ങനെ പോയി. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുക്കില്ല. കാരണം ആ ഒരു പേര് പറഞ്ഞാൽ അവരൊരു ഫാമിലിയാണ്. അവരൊരു ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഞാൻ എന്തിനാണ് അതൊന്നും വലിച്ചഴക്കേണ്ട കാര്യമില്ല. സൂചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അത് പറയേണ്ട കാര്യമില്ല. അതിനുശേഷം ഞാൻ ഏവിയേഷൻ കഴിഞ്ഞ് 2017, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് സൂചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. എനിക്കതിൻ്റെ ആവശ്യം 2017 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് ഞാൻ സൂചേട്ടനെ കാണുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഈ 2013 ചാറ്റ് ചെയ്യുന്നത്? അത് തന്നെ തെറ്റല്ലേ? എനിക്കറിയത്തില്ല സൂചേട്ടനെ 2013 കാലഘട്ടത്തിൽ. എനിക്കറിയില്ല ആളെ. എനിക്കെങ്ങനെ അറിയുന്നത് സൂചേട്ടനെ? ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2017 ഫെബ്രുവരി മാസത്തിലാണ്. അതത്ര വ്യക്തമായിട്ട് എനിക്കറിയാം. ഡിസംബറിലാണ് ഞാൻ അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ് ഞാൻ സുധിച്ചേട്ടനെ കിച്ചുവിനെ ആദ്യമായിട്ട് കാണുന്നത്. എറണാകുളത്തെ ശ്വാസം എന്ന ഒരു ഇത് ഉണ്ടായിരുന്നു, വില്ല, അവിടെ വെച്ച് ഞാൻ കാണുന്നത്. അതെനിക്ക് വ്യക്തമാണ്. പിന്നെ ഞാൻ എങ്ങനെ 2013 സുധിച്ചേട്ടന് മെസ്സേജ് അയക്കും? ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അത്ര ചിന്തിക്കുന്നതല്ല, ഇതാണ് അതിൻ്റെ സത്യം. ഈ വർഷവും കൂടെ ഒന്ന് നോക്കണ്ടേ? ലൈഫിൽ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുവാണ് 2017 ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന്. അതും വാട്സപ്പിൽ. സുബീഷ് കിന്നസ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ ഫ്രണ്ടാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ് എനിക്ക് നമ്പർ തന്നതും. ഞങ്ങൾ വേറൊരു നമ്പർ, പഴയ നമ്പറാണ് തന്നത്. ഞാനത് വാട്സപ്പിൽ ഇട്ടിട്ട് ആളെ കിട്ടുന്നില്ല. പിന്നെ 1 മാസം പുറകെ നടന്നിട്ടാന്ന് തോന്നുന്നു. എൻ്റെ ചേട്ടാ ആ നമ്പർ ഒന്ന് സൂചേട്ടൻ ഒരു ഹായ് പറയാനാ, ഞാൻ വലിയ ഫാനാ. അങ്ങനെയാണ് സൂചേട്ടൻ്റെ നമ്പർ തരുന്നത്. എന്നിട്ട് ഹായ് അയച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ തന്നെന്നറിയാമോ? അങ്ങനെയാണ്. എൻ്റെ കൂടെ ജീവിച്ചപ്പോഴും ഒരു 100,000 മെസ്സേജ് വന്നാൽ പോലും റിപ്ലൈ കൊടുക്കുന്നത് ഞാനാണ് ഇടയ്ക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് മെസ്സേജ് അയച്ച് ആ നമ്പർ കിട്ടി, ആദ്യത്തെ നമ്പർ കിട്ടിയ സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ
ഒരു വലിയ ഗിന്നസിൻ്റെ തോന്നുന്നു ഒരു പ്രോഗ്രാം വരും, അത് സൂചേട്ടനുണ്ട്. ഞാൻ എന്നാൽ ഫ്രണ്ട് ഈ ഇരുന്ന് സൂചേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കും, മിണ്ടിയിട്ടില്ലല്ലോ, പഴയ നമ്പരാണ്. ഞാൻ ഇങ്ങനെ പ്രോഗ്രാം എല്ലാം കണ്ടതിന് ശേഷം അന്ന് സാജു നവോദയ ചേട്ടനൊക്കെ ഉണ്ട്, നമ്മുടെ ദേവി ചന്ദ്ര ചേച്ചിയുണ്ട്, സൂചേട്ടനുണ്ട്, ഇവരുടെ പ്രോഗ്രാം ഷോ നടക്കുക. അപ്പം ഞാൻ ഈ സുബിച്ചേട്ടനുണ്ട്, നീ ചെന്ന് മിണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പേടി, എനിക്ക് ടെൻഷനാണ് മിണ്ട. പപ്പ എന്നിട്ട് ലാസ്റ്റ് ഇവരുടെ ചെയിൻ സോങ് ഉണ്ട്. അപ്പം ഞാൻ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ സൂചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അതൊക്കെ ഞാൻ സൂചേട്ടനോട് പിന്നീട് പറഞ്ഞു, ആണോ വാക്കുട്ട ഇവർ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ എമ്മൻ ചെയ്താൽ മിണ്ടാൻ പേടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാനുള്ള പേടി. അപ്പം പപ്പ വന്ന് വിളിച്ചോണ്ട് രാത്രിയായില്ലേ, പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി പപ്പയുടെ കൂടെ അങ്ങ് പോയി. പിന്നെയാണ് 2017 കാലഘട്ടത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഞാൻ എങ്ങനെ 2013 മെസ്സേജ് അയക്കും? അത്രേ ഉള്ളൂ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ചേച്ചിനെ ബ്ലെയിം ചെയ്യണമെന്ന് വിചാരിച്ച് മാത്രം നടക്കുന്നവരുടെ ഒരു അത് സന്തോഷം, അവരുടെ സന്തോഷം അവരെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കുന്ന പോലെ അവരുടെ സന്തോഷം അവരിൽ നടക്കട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ അവരുടെ പേര് പോലും ഞാൻ എടുത്ത് സംസാരിക്കുന്നില്ല. എനിക്ക് നമ്മൾ വേണ്ട, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെച്ച കാര്യം ഞാനത് എടുക്കുന്നില്ല. വേണ്ട, അത് സംസാരിക്കേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അറിയാതെ എന്നെക്കാളും കൂടുതൽ അറിയാതെ സൂചിച്ചേട്ട ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരിക്കും. അതൊക്കെ എനിക്കറിയില്ല, ഞാൻ നേരിട്ട് ആരെയും കണ്ടിട്ടുമില്ല. ചേച്ചിയുടെ പപ്പയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അതുപോലെ സഹോദരിയെക്കുറിച്ചൊക്കെ നമ്മൾ പലയിടത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുബിച്ചേട്ടനുണ്ട് ഒരു അച്ഛനമ്മയും ഒരു ബ്രദറൊക്കെ. അവരെ പറ്റി ചേച്ചി എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് കോണ്ടാക്ട് ഉണ്ടോ? തീർച്ചയായിട്ടും. അമ്മയ്ക്ക് ഇപ്പോൾ സുഖമില്ല. ഈ മിനിഞ്ഞാന്നും കൂടെ അവർ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് എന്നെ ചേട്ടത്തി വിളിച്ചായിരുന്നു, രേണു എന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സുഖമുണ്ടോ? ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ പറയേണ്ട ബന്ധമല്ലല്ലോ അതൊക്കെ. എൻ്റെ ഭർത്താവ് ഇപ്പോഴും, ഞാൻ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണെങ്കിൽ ഇപ്പോഴും അവരുടെ വീട്ടിലെ കുടുംബത്തിലെ മരുമോള് തന്നെയാണ് ഞാൻ. അവരുടെ രണ്ടാമത്തെ മരുമോളാണ് ഞാൻ. അപ്പം ഞാൻ അവരെ പറ്റി സംസാരിക്കാറുണ്ട്. ഞാൻ ഫോൺ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ഞങ്ങൾ സംസാരിക്കണം. ഇതിപ്പോൾ എല്ലാം കൂടെ സോഷ്യൽ മീഡിയ കാണിക്കേണ്ട കാര്യമില്ലല്ലോടാ. ഇപ്പം ചോദിച്ചപ്പോഴാണ് മിനിഞ്ഞാന്ന് വിളിച്ചായിരുന്നു, അമ്പലത്തിൽ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞ് അടുത്ത് അവിടെ പോയിട്ട് വരുമ്പം എനിക്ക് എന്തെങ്കിലും കൊണ്ടുതരണേ. കൊണ്ടുതരാൻ രേണുവെന്ന് പറഞ്ഞ് മെസ്സേജ് വെച്ചു. കുഞ്ഞിനെ കാണാൻ വരണമെന്ന് എപ്പോഴും പറയും, പക്ഷെ അവർക്ക് സമയമില്ല. അവർ ജോലിക്കാരാണ്, ജോലി തിരക്കായിട്ട് നടക്കുന്നത്. എനിക്കുവാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പോകാൻ സമയമില്ല. അതിൻ്റെ ഇടയ്ക്കാണ് കിച്ചുവിനെ പറഞ്ഞു വിടുന്നത്, കിച്ചു വരുന്നത് കുഞ്ഞിനെ കാണാൻ. ചെരുപ്പൊക്കെ അവർ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇനി ചേച്ചിക്കെതിരെ വന്നിട്ടുള്ള കുറച്ച് രസകരമായ ഒരു കമന്റുകളാണ്. അത് റിയാക്ഷൻ ചെയ്താൽ മതിയോ? ചേച്ചിക്ക് അതിന് പറയാനുള്ളത് പറയാം. റിയാക്ഷൻ പേര് സഹിതം പറയാമോ? പേര് സഹിതം ഇല്ല, കമന്റുകളാണ്. ഓക്കെ, കമന്റ് ഇട്ട മഹാജനങ്ങളെ വരുന്നുണ്ടടാ. രേണു സുധി ഒരു പൊതു ശല്യമായിട്ട് മാറുന്നുണ്ടോ ചേച്ചി? ആണോ? ശല്യം എന്നൊക്കെ പറഞ്ഞ മാറുന്നുണ്ടോ? എനിക്കറിയില്ല. മാറുന്നുണ്ടെങ്കിൽ സോറി. എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ പൊതുശല്യമായിട്ട്. ഞാൻ ആരുടെയും വീട്ടിൽ ചെന്നൊന്നും അവരെ ചെന്ന് ഇങ്ങനെ തോണ്ടി പിടിക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പൊതുശല്യമൊന്നും അല്ല. അവരിങ്ങോട്ട് വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ വിടാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കമന്റ് ആണ്, എനിക്ക് രേണു സുധീനെ ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പല പ്രവൃത്തികൾ കാരണം എനിക്ക് ഇപ്പൊ ഇഷ്ടമല്ല, വെറുത്തുപോയി. അതെന്ത് പ്രവൃത്തിയാ ചേച്ചി എന്നെ വെറുത്തതിന്റെ കാരണം? ചേട്ടനോ ചേച്ചിയോ? എന്നെ എന്ത് ചേച്ചി? ഞാൻ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് എന്തേലും ചെയ്തോ? എന്തേലും വന്ന് ചേച്ചി ഇത്ര വെറുക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ചേച്ചി വെറുത്താലും ഞാൻ ജീവിക്കും. അതെന്റെ ഒരു ഞാൻ അങ്ങനെയാണ് ചേച്ചി. ഓക്കെ, ചേച്ചിക്കുള്ള കമന്റ് കിട്ടും. സ്വയം ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴെങ്കിലും മണ്ടത്തരമായി പോയി തോന്നിയിട്ടുണ്ടോ ചേച്ചി? ചില പ്രവർത്തികൾ അബദ്ധം എന്താ വെച്ചാൽ മനുഷ്യരല്ലേ. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഞാൻ പറയാം. ഞാനൊരു റീലിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക്, അതിൻ്റെ പിറ്റേ ദിവസമാണ് സൂചിച്ചേട്ടൻ്റെ 2nd ഡെത്ത് ആനിവേഴ്സറി, അങ്ങനെ തന്നെ പറയാം. അപ്പം ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് ഒരു ചെക്കനുണ്ടായിരുന്നു. അപ്പം അവനിങ്ങനെ വർത്തമാനം ഞാൻ ചിരിച്ചിട്ടേ വീഡിയോ നിൽക്കുക ചിരിച്ചിങ്ങനെ എന്തോ പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കി, നാളെ പറഞ്ഞേ. ആ ചിരി ഇങ്ങനെ പോയിട്ട് അത് ഇങ്ങനെ അങ്ങായി. അതെൻ്റെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അബദ്ധമായിട്ട് ഞാൻ കാണുന്നു. ചിരിച്ചോണ്ട് നാളെ വരണേ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനകത്തല്ല ചിരിച്ചു, ഞാൻ ഇവനോട് ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് വന്നിങ്ങനെ. അതെൻ്റെ ഒരു അബദ്ധമായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. അടുത്ത ഒരു രസകരമായ ഒരു കമന്റ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ തുറന്ന ഇവളാണ്, നെഗറ്റീവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവള് പിടിച്ചു നിൽക്കുന്നത്. ഇവൾ ഉണ്ടാക്കുന്നതാണ് ഈ നെഗറ്റീവ്, പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം. ഞാനാണോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി? ഇൻസ്റ്റാഗ്രാമം തന്നെയാണല്ലോ പേര്, രേണുഗ്രാമം നല്ലോ പേര്. അപ്പൊ പിന്നെ ഞാനല്ലല്ലോ ഇതൊക്കെ പിടിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയാ, നിങ്ങളൊന്ന് കുശുമ്പെടുത്തിട്ട് കാര്യമില്ലെന്ന്. അതിനൊക്കെ ഞാൻ എന്താ പറയാ, അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. നിങ്ങളും കയറി വരിക, നമ്മൾ തന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ സ്ഥിരതയില്ലാത്ത ഒരു ഫീൽഡാണ് ഈ മീഡിയ, പ്രത്യേകിച്ച് ആക്ടിങ്. പെട്ടെന്ന് ഒരു ദിവസം ഇത് ഇല്ലാതായി പോയ ഇവളൊക്കെ എന്ത് ചെയ്യും? ഏത് വേറെ പണിക്ക് പോകും? അതിനുള്ള ആൻസർ ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈപ്പിൽ നിൽക്കണം, ഞാൻ ഇതാകണം എന്ന് പറഞ്ഞ വ്യക്തിയല്ല, വന്ന ആളല്ല. ഒരു വെള്ളപ്പാച്ചിലിൽ വന്ന് ഇങ്ങനെ വന്നൊരു വ്യക്തിയാണ് ഈ ഞാൻ. എനിക്കിപ്പോൾ ഹൈപ്പ് കിട്ടിയില്ലെങ്കിലും താഴെ പോയാലും എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ ജീവിക്കും. അത് എന്ത് ജോലി എടുക്കണമെന്ന് അവർ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഓക്കെ, എന്തായിരിക്കും ചേച്ചി ആ ജോലി ചെയ്യും മീഡിയ പോയി കഴിഞ്ഞാൽ?
മീഡിയ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലടാ. നമുക്ക് ആക്ടിംഗ് കരിയർ അല്ലാണ്ട് ചേച്ചിക്ക് അത് സിനിമകൾ ഇനി വരുന്നില്ല, ചിലപ്പോൾ ഫീൽഡ് ഔട്ട് ആയി പോകും, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഇതെല്ലാം അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ഞാൻ എല്ലാം അക്സെപ്റ്റബിൾ ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ വന്ന ആളല്ല. എല്ലാം അക്സെപ്റ്റബിൾ ആണ്. ഏതെങ്കിലും ജോലി കിട്ടും, നമുക്ക് കംഫോർട്ടുള്ള ജോലി ആണെങ്കിൽ പോകും. അല്ലാതെ കഴിക്കണ്ടേ, പിള്ളേർക്ക് കൊടുക്കണ്ടേ, പട്ടിണി കിടന്ന് ചാകാൻ പറ്റുമോ? പിന്നെ ഒരു കമന്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചുവിന്റെ വ്ളോഗിൽ ഇട്ടതിന് താഴെ വന്നൊരു കമന്റ് ആണ്. ഓക്കെ, ആ വീട് കൊടുത്തത് 2 മക്കൾക്ക് വേണ്ടി, എന്നിട്ട് അവിടെ കയറി നിൽക്കുന്നത് രേണുവിന്റെ ഫാമിലിയാണ്. അവര് മുഴുവൻ അവിടെ നിന്ന് ഇറക്കി വിടണം, അവർക്ക് ആർക്കും അതിനൊരു അധികാരം. ഓക്കെ, ഇറക്കി വിടാം. എന്റെ പപ്പായമ്മ ഞാൻ ഇറക്കി വിടാം. ഈ പറയുന്ന ഒരു 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കാമെങ്കിൽ ഓക്കെ, ശരി, ഉത്തരവാദിത്തം ഏറ്റെടുത്തോളൂ. കിച്ചു പഠിക്കാനാണ് കൊല്ലത്ത് പോയത്. ഈ 5 വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം ആർക്കും അറിയത്തില്ല. അവൻ ഒറ്റയ്ക്കാണോ ജീവിക്കേണ്ട ആ വീട്ടില്? ഞാൻ ഷൂട്ടിന് പോന്നു, ആ കുട്ടി ആര് നോക്കും? പിന്നെ ഈ പറഞ്ഞ ആളുടെ അപ്പനും അമ്മയും പ്രായമായ അവരെ കൊണ്ട് കുപ്പത്തൊട്ടിയിൽ എറിയോ? മോളെറിയോ? ഇല്ല. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇനി സുധിച്ചേട്ടൻ്റെ വീട്ടുകാർ, അവരിവിടെ വന്ന്, ആ അമ്മ ഇവിടെ വന്ന് എൻ്റെ ആ സുധിയിലെത്തി, എൻ്റെ അല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ സുധിയിലെത്തി താമസിച്ചാൽ ഞാൻ പൊന്നുപോലെ നോക്കും. എനിക്കതൊന്നും ആർക്ക്, അവരുടെ വീട്ടുകാർക്കും വരാം. അത് ആരാണ് പറഞ്ഞില്ല? അവർ ജോലിയായിട്ട് തിരക്കാണ്, ഇത്രയും ദൂരമാണ്, അതുകൊണ്ടാണ് എപ്പോഴും വരാത്തത്. ഈ പറഞ്ഞവരോടാണ് പറഞ്ഞത്, ഞങ്ങൾ മാറിത്തരാം, അമ്മയെ അപ്പനെ എല്ലാം തള്ളിക്കളയാം, ഞാനും പോകാം. 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. കിച്ചുവിനെ പോലെ തന്നെ അവൻ്റെ കുഞ്ഞനിയനുണ്ട്. അവനെ നിങ്ങൾ നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കിക്കോളൂ, ഞങ്ങൾ മാറിത്തരാം. മനസ്സിലായോ? ഇത്ര ഉള്ളതിനുള്ള ആൻസർ. ഇത് കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല അവരോടൊന്നും. പിന്നെ വന്നൊരു കമന്റ് ചേച്ചി, സുധിച്ചേട്ടന്റെ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടേക്കണ ഒരു കമന്റ് ആണ്. ആ കമന്റ് എന്ന് പറയുന്നത്, ഇവള് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെ. സുനിലണ്ണനാണോ? സുനിലണ്ണനാണ് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ. എനിക്കറിയില്ല അണ്ണനെ അങ്ങനെ ഇടുവെന്ന് എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അറിയില്ല. മിനിഞ്ഞാന്ന് വരെ ഞാൻ ചേട്ടത്തിയോട് സംസാരിച്ചതാണ്. സുനിലണ്ണൻ അങ്ങനെ ഇടുവെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സുനിലണ്ണൻ കേൾക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ അണ്ണൻ അങ്ങനെ ഇടുവെന്ന് എനിക്കറിയില്ല അണ്ണൻ്റെ പേര് വല്ലവരും ഇട്ടതായിരിക്കും ആ കമൻറ്റ്. കാരണം അണ്ണൻ, ഞാൻ അവിടെ അന്നുള്ളിടത്തോളം കാലം സൂചനയോടത്തോളം എന്നെ അനിയത്തിയായിട്ടാണ് അണ്ണൻ കണ്ടത്. ഞാൻ അങ്ങനെയാണ്, സ്വന്തം ചേട്ടനെ പോലാണ് കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുമെന്ന് ഞാനിത് അറിഞ്ഞായിരുന്നു, എനിക്കറിയില്ല. ഇപ്പോഴല്ലേ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട്? പിന്നെ വിളിക്കും. എൻ്റെ നാടകമൊക്കെ ഉള്ളപ്പോൾ ഞാൻ അണ്ണനെ വിളിക്കില്ല. അണ്ണാതെ ഇവിടെ കൊല്ലത്ത് നാടകം, ആരെയാണ് നന്നായിട്ട് വരട്ടെ, ഞങ്ങൾ വിളിക്കാറുണ്ട്. ആരാണ് ഇത്? ഫേക്ക് ഐ ഡി ആയിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അണ്ണാ, നിങ്ങളൊക്കെ എന്നെ പറ്റി അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കമന്റ് ഒന്ന് വായിച്ചേക്കൂ. ഞാനത് പകുതിയായപ്പോൾ, ഞാനത് കേട്ടതുകൊണ്ട് പകുതിയായപ്പോൾ അങ്ങനെ. ഇവള് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്നാണ് ഒരു കമന്റ് ഇട്ടേക്കണത്. സുധിച്ചേട്ടന്റെ ചേട്ടൻ എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒരു ആളുടെ ഫോട്ടോ അടക്കം വെച്ച് അതൊന്ന് കാണിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, ആളാണെന്ന് നോക്കട്ടെ. ഒരു അണ്ണന്റെ ചിലപ്പോൾ ഫോട്ടോ വെച്ചിട്ടായിരിക്കും, എനിക്കറിയില്ല. നമ്മൾ ജ്യേഷ്ഠ തുല്യം കാണുന്നു. സുധിച്ചേട്ടൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠനാണ്. എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വോയിസ് ഉണ്ടോ? അണ്ണന്റെ ഫോട്ടോയാണ്, പക്ഷെ അണ്ണൻ പറഞ്ഞായിട്ട് അണ്ണന്റെ വോയിസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട് ചേച്ചി, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതി. അതാണ് ഒരു ശക്തി ഉള്ളിൽ. നമ്മൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ്, സിംഗിൾ മോംസ് തന്നെ ഒരുപാട്, രേണു സുധി ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾ വല്ല 2 പകൽ കഴിഞ്ഞാൽ ഉത്തരത്തിൽ ഒന്നെങ്കിൽ കെട്ടിത്തൂങ്ങും, അല്ലെങ്കിൽ വീട്ടിൽ കയറി വേറെ വല്ല പണി ചെയ്യും. നിങ്ങളെ സമ്മതിച്ചു കേട്ടോ, നിങ്ങൾ വല്ല ഉരുക്കും കൊണ്ട് നിർമ്മിച്ചാണോ, ഇരുമ്പാണോ നിങ്ങൾ? അല്ല, സാധാരണ ഒരു എൻ്റെ കയ്യൊക്കെ കേട്ടോ, സാധാരണ ഒരു സ്ത്രീ, സാധാരണക്കാര്, സാധാരണ ഒരാൾ. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഇത്ര ശക്തി? അറിയില്ല. ദൈവം, പിന്നെ അതുപോലെ എൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആത്മാവ് കൂടെ എപ്പോഴും ഉണ്ട്. അറിയാലോ, ആളുടെ എന്നെ നയിക്കുന്ന ഒരു ശക്തി അതാണ് എൻ്റെ കൂടെ ഉണ്ട്. അത് ആരെന്ത് പുച്ഛിച്ചാലും എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ പോകും. എന്നാലും ചേച്ചി, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വിഷമം വരും, സങ്കടം വരും. ചിലരൊക്കെ അത് കുറേ നാൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കും. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് നെഗറ്റീവ് കമന്റ് വന്നല്ലോ. കുറേ പേരൊക്കെ അത് കരഞ്ഞ് തീർക്കും. ചേച്ചി എന്താ ചെയ്യുക? ചേച്ചി എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണേ? ഒരു സ്ട്രെങ്ത് ഇവിടെയുള്ള ബാക്കിയുള്ള സ്ത്രീകൾക്കൊന്ന് പകർന്നു കൊടുക്കണം. ഇത്രയും നെഗറ്റീവ് കമന്റ് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത്തിന്റെ ഒരു സീക്രട്ട്. കരയത്തില്ലെന്നല്ല, മനുഷ്യരാണ്, കരയും. മറ്റുള്ളവരുടെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിൽ കരഞ്ഞ് പല അവസരങ്ങളും ഉണ്ട്. ആ കരച്ചിലൊക്കെ കണ്ടവരും ഉണ്ട്, മീഡിയ കൂടെ ഒക്കെ കണ്ടവരും ഉണ്ട്. നമ്മൾ മനുഷ്യൻ്റെ മുന്നിൽ കരയുന്നതിനേക്കാളും നല്ലത്, ഞാനൊരു ഭക്തയാണ് ഞാൻ. ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞാൽ ദൈവം നമ്മളും കാണും. ദൈവം അത് നമ്മുടെ കരച്ചിൽ മാറ്റാനുള്ള വഴികൾ തരും. അതാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ട്. അതൊന്നും ഇപ്പം നമ്മളും പില്ലോയും മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യം ഇല്ല. നിങ്ങൾ സിംഗിൾ മോം ഇത്ര വിഷമം അനുഭവിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും സൂയിസൈഡ് എന്ന് പറയുന്നൊരു സാധനം ചിന്തിക്കുകയേ ചെയ്യരുത്, ചിന്തിക്കണ്ട. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. മക്കളില്ലാത്തവർ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഞാൻ ആത്മഹത്യയിലെ വക്കലാണ്, ചേച്ചി എങ്ങനെ പിടിച്ചു. ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്.
പിന്നെ പലപ്പോഴും പൊട്ടിത്തെറിച്ച് നമ്മൾ പൊട്ടിപ്പോയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം മനുഷ്യന്റെ മാനസികാവസ്ഥ പലതാണ്. എങ്കിൽ പോലും ജീവിക്കുക സന്തോഷത്തോടെ. അപ്പൊ രേണു ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. വല്ല ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ഒന്നല്ല. അല്ല, എനിക്ക് സാധാരണ ഈ ഇന്റർവ്യൂലൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഇനി വല്ല ഗിഫ്റ്റ് ആണോ? ഇതൊരു ഗിഫ്റ്റ് ആണ്. ചേച്ചിക്ക് ട്രോളുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കിട്ടിയ ഒരു ഗിഫ്റ്റ്. കാണാൻ തയ്യാറാണോ? പിന്നെ എനിക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ തയ്യാറാണ്. അത് ഞങ്ങൾ വിളിക്കാം ഗിഫ്റ്റിന്. ഗിഫ്റ്റ് നടന്നു വരുമോ? നടന്നു വരുന്ന ഒരു ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റാ? 1 or 2 പ്രതീക്ഷിക്കാം. ഈശ്വര, ഗിഫ്റ്റുകളുടെ പെരുമഴയോ? അപ്പം പിന്നെ വിളിക്കണം. ശരി, നമുക്ക് വിളിക്കാം. അയ്യോ